ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 UK സ്റ്റഡീസ് തിരഞ്ഞെടുക്കുന്നത് നല്ല തീരുമാനമാണോ അല്ലയോ എന്നാണ്. അപ്പോൾ UKയുടെ മാറി വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എല്ലാം ഈ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് UKയിൽ പഠിക്കാൻ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക? ഏതെങ്കിലും ഒരു ഏജൻസിയോ ഏതെങ്കിലും ഒരു കൂട്ടുകാരിയോ പറയുന്നത് കേട്ടിട്ട് മാത്രം ഡിസൈഡ് ചെയ്യാതെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയും. QS റാങ്കിങ്ങോ ടൈംസ് റാങ്കിങ്ങോ ഒക്കെ ചെക്ക് ചെയ്യുന്ന നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ UKയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ് റസൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ടോപ്പ് 24 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇംപീരിയൽ കോളേജ് ലണ്ടൻ, ഇത് ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്, യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ, കിങ്സ് കോളേജ് ലണ്ടൻ, യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗ്, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റോൾ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക്, യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം, ഗ്ലാസ്ഗോ, ലീഡ്സ്, സൗത്ത്ഹാംപ്ടൺ, ഷെഫീൽഡ്, ഡർഹം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടിംഗ്ഹാം, ക്യൂൻ മേരി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, ന്യൂകാസിൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ, യൂണിവേഴ്സിറ്റി ഓഫ് എക്സീറ്റർ, യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക്, കാർഡിഫ് യൂണിവേഴ്സിറ്റി, ക്യൂൻസ് യൂണിവേഴ്സിറ്റി, ബെൽഫാസ്റ്റ്. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ പേര് വെച്ചിട്ടൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയുടെ പേരും. അപ്പോൾ ഇംപീരിയൽ കോളേജ് ലണ്ടനിലാണ്, ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിലും, കേംബ്രിഡ്ജിലും. അപ്പോൾ മിക്കവാറും നമുക്ക് കാണാം സ്ഥലങ്ങളുടെ പേരും കൂടെ ചേർത്താണ് യൂണിവേഴ്സിറ്റിയുടെ പേര്. സോ ഇറ്റ്സ് വെരി ഈസി ടു ഐഡൻറ്റിഫൈ ഏത് സിറ്റിയിലാണ് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റീസാണ്. ഇതിൻ്റെയൊക്കെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഇംപീരിയൽ കോളേജ് ലണ്ടൻ 2ാം റാങ്ക് മുതൽ ക്യൂൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ് 199ാം റാങ്ക് വരെ കാണാം. അപ്പോൾ നമുക്കൊരു QS റാങ്കിൻ്റെ ഒരു ഓർഡർ തന്നെയാണ് ഞാനിത് പേര് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നതും. അപ്പോൾ ഇത്രയും മികച്ച യൂണിവേഴ്സിറ്റീസ് UKയിലുള്ളപ്പോൾ നമ്മൾ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്, നമുക്കറിയാം UKയിലേക്ക് പല യൂണിവേഴ്സിറ്റീസും ലാംഗ്വേജ് എക്സംഷനോടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിലാക്സ്ഡ് കണ്ടീഷൻസ് തരുമ്പോൾ സ്മാർട്ടായിട്ട് വേണ്ട ഒരു പോപ്പുലേഷനെ ആണോ അബ്സോർബ് ചെയ്യുന്ന UK എന്നും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇത്രയധികം ആൾക്കാർ അങ്ങോട്ട് UKയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്വാളിറ്റിയുടെ ഒരു ശോഷണമുണ്ട് അല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് വലിയൊരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കോമ്പറ്റീഷൻ അതേപോലെ കൂടും. അപ്പം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഫീസുള്ളവർ ചിലപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ചെറിയ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസിലും പഠിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ സ്മാർട്ടാണെങ്കിൽ അവർ അടിച്ചു കയറി മേളി വരും. പക്ഷെ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ലക്ക് മാത്രം നോക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു 50% മാർക്കും മേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് കടമൊക്കെ മേടിച്ച് എങ്ങനെയെങ്കിലും ഫണ്ട് റെഡിയാക്കി UK പോയി പഠിച്ച് അങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് പോരുത്. പഠിക്കാനുള്ള കഴിവും കൂടി ഉള്ളവർ UK തിരഞ്ഞെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ UK സ്റ്റിൽ എ വെരി ഗുഡ് ഡെസ്റ്റിനേഷൻ. അതിന് എക്സാമ്പിൾസുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് UK ഒരു ഡിഫിക്കൽട്ട് മാർക്കറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും അത് ട്രെൻഡിങ് ആണ്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ UKയിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം നമുക്ക് 2-3 തരത്തിലുള്ള കുട്ടികളുണ്ട്. ഒരു തരത്തിലുള്ള ആൾക്കാർ നല്ല വിദ്യാഭ്യാസം തേടി UK പഠിക്കാൻ പോകുന്നുണ്ട്. ഇത്രയും നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ള UKയിൽ പോയി പഠിച്ചിട്ട് സ്റ്റേ ബാക്കിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്നവരുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ദുബായിലോ സിംഗപ്പൂരിലോ ഒക്കെ പോയി വർക്ക് ചെയ്യുന്ന പ്രസ്റ്റീജിയസ് ഡിഗ്രി ഹോൾഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് UK പോകുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ഹോല വേൾഡിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു സെറ്റ് ആൾക്കാർ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നുണ്ട്. അവരാണ് പലപ്പോഴും കുഴി ചാടുന്നതും. അങ്ങനെയുള്ളവരാണ് ഒരു മാനുവൽ ലേബർ ജോബ്സിലൊക്കെ ആയിട്ട് പാർട്ട് ടൈമിൽ നിന്ന് കഷ്ടപ്പെട്ട് ദേ ആർ നോട്ട് ഫോക്കസ്ഡ് ഇനഫ് ടു ഫൈൻഡ് എ ജോബ് ഇൻ ദെയർ ഓൺ പ്രൊഫഷൻ. അങ്ങനെ വരുന്ന കുട്ടികളാണ് പലപ്പോഴും കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നതും അതിനുശേഷം ILR നമുക്കൊരു ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിന് വേണ്ട മിനിമം ത്രഷോൾഡ് സാലറി ഏൺ ചെയ്യാൻ പറ്റാതെ തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ട സാഹചര്യമൊക്കെ വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് വിദേശ പഠനം ചൂസ് ചെയ്യുന്ന എസ്പെഷ്യലി എക്സ്പെൻസീവ് കൺട്രീസ് ആയിട്ടുള്ള ടോപ്പ് ഡെസ്റ്റിനേഷൻസ് ആയ UK, ഓസ്ട്രേലിയ, അയർലൻഡ്, ന്യൂസിലൻഡ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നന്നായി പഠിക്കുക, പഠനത്തോട് താല്പര്യം വെച്ചുകൊണ്ട് പോവുക. എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നമുക്ക് അവിടെ പോയി എന്തെങ്കിലും ഗുസ്തി കാണിച്ച് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ ഇച്ചിരി പാടാണ്. അപ്പം നിങ്ങൾ ഇല്ലാത്ത പൈസ എടുത്ത് അങ്ങനെ പോയി റിസ്ക് എടുത്ത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ലോൺ എടുത്ത് തന്നെയാണ് ഞാനും പഠിക്കാൻ പോയത്. പക്ഷേ അപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ കാൽക്കുലേഷൻ വേണം. ആ രാജ്യത്തെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഒരു പ്രോഗ്രാം എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പറയുക UKയിലെ സ്കിൽ ഷോർട്ടേജിൽ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന പ്രോഗ്രാംസ് ഹെൽത്ത് സെക്ടർ, സോഷ്യൽ വർക്ക്, ടീച്ചിങ്, ഈവൻ എഞ്ചിനീയറിങ്ങും ഇതിനകത്ത് ലിസ്റ്റഡ് ആയിട്ട് വരാറുണ്ട്. എന്നാലും ഹെൽത്തും സോഷ്യൽ വർക്കും ടീച്ചിങ്ങും കണ്ണടച്ചെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ബാച്ചിലർ ഓഫ് നഴ്സിംഗ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ ഇച്ചിരി റാങ്കിങ് കുറവുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയാലും
നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെൻ കമ്പയർഡ് ടു ഇന്ത്യാസ് കോമ്പറ്റീഷൻ ലെവൽ നിങ്ങൾ നോക്കുമ്പോൾ UK ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ ദീസ് കോഴ്സസ്. ഇനി ഇതല്ലാതെ കൂടുതൽ കുട്ടികളും പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം ഏതാണെന്ന് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. ബിസിനസ്, ഫിനാൻസ്, IT ഇത്രയേറെ മാർക്കറ്റിൽ നമ്മൾ ഇതിനെപ്പറ്റി ഫീഡ്ബാക്കും നോളജും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് എടുക്കുന്ന പ്രോഗ്രാം ഇതാണ്. പഠിക്കാൻ എളുപ്പമാണ്, ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ്, വലിയ പ്രശ്നമില്ല, നമുക്ക് ഓഫീസ് സെറ്റപ്പിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഓർക്കുക, ഇങ്ങനത്തെ മേഖലകളിൽ അവിടെ തന്നെ ജനിച്ചു വളരുന്ന കുട്ടികളും അവിടുത്തെ വർക്ക് ഫോഴ്സും അവിടുത്തെ സിറ്റിസൺസും ഒക്കെ കൂടുതലും ട്രൈ ചെയ്യുന്ന ഇങ്ങനത്തെ ജോബുകൾക്ക് തന്നെയാണ്. അപ്പോൾ അവരുമായിട്ടും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ റസൽ ഗ്രൂപ്പിലോ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലോ പഠിക്കുക. നിങ്ങൾക്ക് റസൽ ഗ്രൂപ്പ് അഫോർഡ് ചെയ്യുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ദെൻ യു ഷുഡ് വർക്ക് ഹാർഡ്. ഈസി ആയിട്ടും ലേസി ആയിട്ടും നിങ്ങൾ പഠിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് വിദേശ പഠനത്തെ സമീപിക്കുന്നവർക്കാണ് കൂടുതലും പണി കിട്ടുന്നത്. ഇനി ഒരു ചോദ്യമുണ്ട്, PGക്കാരാണോ UGക്കാരാണോ കൂടുതൽ UK പോകുന്നത്? ഏത് സമയത്ത് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ള ചോദ്യത്തിന് എത്ര നേരത്തെ പോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയും. പക്ഷേ PG ആണോ UG ആണോ ഏറ്റവും പോപ്പുലർ എന്ന് ചോദിച്ചാൽ PG പ്രോഗ്രാംസ്, മാസ്റ്റർ പ്രോഗ്രാമാണ്. അതിനൊരു കാരണമുണ്ട്. 1 ഇയർ മാസ്റ്റേഴ്സ് UK അവൈലബിൾ ആണ്. സാധാരണ 2 ഇയർ മാസ്റ്റേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ ഒരു 1 ഇയർ മാസ്റ്റേഴ്സ് എന്നുള്ള ഒരു അട്രാക്റ്റീവ് ഫീച്ചറാണ് UK സംബന്ധിച്ച്. ആൻഡ് ഇറ്റ് ഇസ് കോസ്റ്റ് എഫക്റ്റീവ്. നമുക്ക് 2 വർഷത്തെ ട്യൂഷൻ ഫീ കൊടുക്കേണ്ട, ഒരു കൊല്ലത്തെ ട്യൂഷൻ ഫീ എന്നുള്ളത് കൊണ്ട് കോസ്റ്റ് എഫക്റ്റീവാണ്, ടൈം എഫിഷ്യൻ്റ് ആണ്. ഈ ഫാക്ടേഴ്സ് കൊണ്ടാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം UK കൂടുതൽ പ്രിയങ്കരമായി വരുന്നത്. ഇനി UK പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു ടീച്ചിങ് സ്റ്റൈല് വളരെ ഡിഫറൻ്റ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് ആണ്. നമ്മുടെ ഓർമ്മശക്തി പരിശോധിക്കുന്ന ഒരു സിസ്റ്റം അല്ല. നമുക്കറിയാം നാട്ടിൽ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഇക്വേഷൻ കാണാതെ പഠിക്കുക, LHS-ലോ RHS തെളിയിക്കുക. നമ്മളൊരു അക്കാഡമിക് പർപ്പസിലാണ് പലപ്പോഴും നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ നേരെ വ്യത്യസ്തമാണ് UK. അതുകൊണ്ട് തന്നെയാണ് UK വിദ്യാഭ്യാസം ലോകത്തെവിടെയും നമ്മളെ ജോലിക്ക് പ്രാപ്തനാക്കുന്ന ഒരു എംപ്ലോയി ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിസോഴ്സ് ആക്കിയോ നമ്മളെ മാറ്റുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇൻഡിപെൻഡൻറ്റ് റിസർച്ച്, പ്രാക്ടിക്കൽ ലേണിംഗ്, വർക്ക്ഷോപ്പ് ബേസ്ഡ് ലേണിംഗ്, റിയൽ വേൾഡ് പ്രോജക്ട്സ്, ഇതൊക്കെ ആണ് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ ബ്ലോക്ക്ഡ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് തന്നെ UK അതായത് 4 സബ്ജക്ട്സ് ഒരുമിച്ച് പഠിക്കാതെ ഓരോ സെമസ്റ്ററിൽ ഒരു സെറ്റ് സബ്ജക്റ്റ് പഠിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ് പഠിച്ച് അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അൺഡിവൈഡഡ് അറ്റൻഷൻ ഒരു സബ്ജക്റ്റിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസും UK അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള ഓപ്ഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തത്, എന്താണ് UK അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി? ഒരു ഡീസൻറ്റ് അക്കാഡമിക് സ്കോറും സ്ട്രോങ് SOPയും ഫണ്ട്സ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ, അത് ഓസ്ട്രേലിയയുടെ പോലെ കോമ്പറ്റീറ്റീവായിട്ട് അത്രയും കഷ്ടപ്പെട്ട് കാണിക്കേണ്ട ഒരു സംഭവമല്ല. നമുക്ക് ഫണ്ട്സ് കുറച്ച് ഷോ മണിയായിട്ട് കാണിച്ചാലും UK പോകാം എന്നുള്ളതാണ് ഫണ്ടില്ലാത്തവരെ സംബന്ധിച്ച് അട്രാക്റ്റീവായിട്ട് വരുന്നൊരു UK ഫീച്ചർ. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് കടമൊക്കെ എടുത്ത് വെറുതെ റിസ്ക് എടുത്തുകൊണ്ട് അങ്ങനെ പോകരുത്. അപ്പോൾ നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ശരിക്കും നിങ്ങൾക്ക് ആവശ്യത്തിന് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നത് തന്നെയാണ് UK സംബന്ധിച്ച് ഏറ്റവും നല്ല ഓപ്ഷൻ. അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പിന്നാലെ പോകാതെ ആ രാജ്യത്തെ ഏറ്റവും സാധ്യതയുള്ള പ്രോഗ്രാമുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ജോലിയിലേക്ക്, ഞാൻ പറയുന്നത് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോകുന്ന കുട്ടിക്ക് വേണ്ടിയാണ്. വീണ്ടും നല്ല ഒരു സ്റ്റേബിൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പോയി UK പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒത്തിരി വെർട്ടിക്കൽസ് ഉണ്ട്. നിങ്ങൾ ഏത് ലെവലിലേക്ക് പോയാലും അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പ്രോഗ്രാംസ് ഉള്ള രാജ്യം ഈവൻ USA-യും ഓസ്ട്രേലിയയും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും UK ആണ് മുന്നിൽ നിൽക്കുന്നത്. വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നിഷായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് UK പ്രത്യേകത തന്നെ. ഇനി ആപ്ലിക്കേഷൻ ടൈം ലൈൻസ്, നമുക്ക് എത്ര സമയമാണ് ഒരു ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ട സമയം, നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ട സമയം 6 മാസം മുതൽ 12 മാസം വരെ എന്ന് പറയും. ശരിക്കും 11 മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇടാനായിട്ട് ഏറ്റവും നല്ലൊരു ടൈം ഫ്രെയിം വർക്ക്. ബട്ട് നമുക്കൊരു 3-4 മാസം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ബട്ട് ഈ 11 മാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സെപ്റ്റംബർ ഇൻടേക്കാണ് UK ഒരു മേജർ ഇൻടേക്ക്. ഈ സെപ്റ്റംബർ ഇൻടേക്കിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആക്കി തരുന്നത് തലേ വർഷം ഒക്ടോബർ മാസത്തിലാണ്. അത് 11 മാസം മുന്നെയാണ് ആ വിൻഡോ ഓപ്പണായി വരുന്നത് പല യൂണിവേഴ്സിറ്റികളുടെയും. ഇതാണ് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം. ഇപ്പം ഇത്രയും നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഏർലി ബേർഡ്, ഏറ്റവും ആദ്യം ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നിങ്ങളുടെ സീറ്റ്സ് അത്ര കോമ്പറ്റീറ്റീവ് അല്ലേ പോലും ചിലപ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സീറ്റ്സ് ഉറപ്പിക്കാൻ സാധിക്കും. അതുപോലെ സ്കോളർഷിപ്സ് കിട്ടുന്നതിൻ്റെയും അളവ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചില പൊടിക്കൈകൾ. നിങ്ങൾ നേരത്തെ തന്നെ ആപ്ലിക്കേഷന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സേവ് ചെയ്യുന്നത് 2-3 മുതൽ 5 ലക്ഷം രൂപ വരെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും വൈസായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൂടെ. UK സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ വർക്ക് റൈറ്റ്സ് ഉണ്ടോ?
യെസ് ഉണ്ട്. നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്ത് നിങ്ങളുടെ ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ സാധിക്കും. ജോലി ചെയ്യാനുള്ള മാർക്കറ്റ് ടഫാണ്. ഞാൻ പറഞ്ഞ പോലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പോകുന്നവർ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വേണം. മാനുവൽ ജോബ്സും ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് UK-യിൽ ജോബ്സ് ഉണ്ട്. 20 മണിക്കൂറാണ് നമുക്ക് ആഴ്ചയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ബ്രേക്ക് സമയങ്ങളിൽ 40 മണിക്കൂർ വരെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ് UK-യിലെ പ്രമുഖമായ സിറ്റീസ് എന്ന് നോക്കാം. ഒബ്വിയസ്ലി ലണ്ടൻ ഇസ് നമ്പർ 1, അതാണല്ലോ മെയിൻ സിറ്റി. ഫോളോഡ് ബൈ മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം, ലീഡ്സ്, ഗ്ലാസ്ഗോ, ന്യൂകാസിൽ, എഡിൻബർഗ്. ഇതൊക്കെ കൂടാതെ നിങ്ങൾ ആ നേരത്തെ 24 യൂണിവേഴ്സിറ്റികളുടെ പേര് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് പല യൂണിവേഴ്സിറ്റികളും നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതൊക്കെ ഇരിക്കുന്ന ഓരോരോ സിറ്റികളാണ്. പക്ഷേ ഈ സിറ്റികളൊക്കെയാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള UK-യിലെ സിറ്റീസ്. ഇനി സ്റ്റേ ബാക്കിൻ്റെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ ഒരു ബാഡ് ന്യൂസാണ്. നമുക്ക് സ്റ്റേ ബാക്ക് നേരത്തെ 2 വർഷം ഉണ്ടായിരുന്നത് 18 മാസമായിട്ട് കുറച്ചു, എന്ന് വെച്ചാൽ 1.5 വർഷമായിട്ട്. അപ്പോൾ അവരൊന്ന് ചെറുതായിട്ട് മാർക്കറ്റിനെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടുന്നതും അവിടുത്തെ ഒപ്പോസിഷൻ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആക്റ്റീവായിട്ടൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇമിഗ്രേഷൻ കുറയ്ക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെടുത്ത ഒരു സ്റ്റെപ്പാണ് ഇത്, ഒന്നാമത്തേത്. അപ്പം 31 ഡിസംബർ 2026 മുന്നായിട്ട് നിങ്ങൾ ഗ്രാജുവേറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒക്കെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ പഠനം 31 ഡിസംബർ 2026 മുന്നേ പഠിച്ച് തരുവാണെങ്കിൽ ദേ വിൽ ഗെറ്റ് 2 years ഓഫ് സ്റ്റേ ബാക്ക്. പക്ഷേ അതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 1.5 വർഷമേ സ്റ്റേ ബാക്ക് കിട്ടുന്നുള്ളൂ. സോ PhD-യോ അതർ ഡോക്ടറൽ ഡിഗ്രീസോ ഒക്കെ ആണെങ്കിൽ 3 വർഷം സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും നിർണായകമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങളെ എലിജിബിൾ ആക്കുക അല്ലാതെയും ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SOP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, LOR, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, 3 CV. ഈ 3 കാര്യങ്ങൾ യൂണിവേഴ്സിറ്റീസ് നന്നായി ചെക്ക് ചെയ്യുന്ന 3 ഘടകങ്ങളാണ് നിങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് തരംതിരിക്കുന്ന, നിങ്ങളുടെ പ്രൊഫൈലിനെ വേർതിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഘടകങ്ങൾ ഇതാണ്. ഇനി കുറച്ച് നെഗറ്റീവ് ന്യൂസുകളുണ്ട് UK പറ്റി. എന്തൊക്കെയാണ് ഈയിടെ വന്ന ആ മാറ്റങ്ങൾ, അതൊക്കെ നമുക്ക് നോട്ടപ്രതിശ നടത്തി കവർ ചെയ്യാം. ഡിപ്പെൻഡൻസിന് പഠിക്കുന്ന സമയത്ത് UK-യിൽ ഇപ്പോൾ വിസ കിട്ടുന്നില്ല. പണ്ട് മാസ്റ്റേഴ്സൊക്കെ പഠിക്കാനായിട്ട് ഹസ്ബൻഡും വൈഫും കൂടി ഒരുമിച്ച് പഠിക്കാൻ പോകുന്നൊരു കാഴ്ച വളരെ സജീവമായിരുന്നു. ഇപ്പോൾ അത് പോസിബിൾ അല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ആർക്കാണ് ഇപ്പോൾ അങ്ങനെ ഡിപ്പെൻഡൻറ്റിന് പോകാൻ പറ്റണമെങ്കിൽ PhD-യോ മാസ്റ്റർ ബൈ റിസർച്ച് പ്രോഗ്രാമിനോ പോകുമ്പോൾ മാത്രമേ ഡിപ്പെൻഡൻറ്റിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അടുത്തത് ILR, ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. ഇതാണ് PR എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ ILR കിട്ടണമെങ്കിൽ 5 വർഷമെങ്കിലും നിങ്ങളൊരു വർക്ക് വിസയിൽ അവിടെ വർക്ക് ചെയ്യണം UK-യിൽ എന്നുള്ളതാണ് കണ്ടീഷൻ ഇപ്പോൾ ഉള്ളത്. അത് 10 വർഷം സമയമാക്കി കൂട്ടണമെന്നുള്ള ശുപാർശയും ടോക്സുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഇസ് എ ബാഡ് ന്യൂസ്. നമ്മുടെ പെർമനൻറ്റ് റെസിഡൻ്റ് ആവുന്ന കാലദൈർഘ്യം ഇസ് ഓൾവേസ് എ ബാഡ് തിങ് അബൌട്ട് എനി സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ. ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. ഇഷ്ടം പോലെ ആൾക്കാർ കുറേ റൂമേഴ്സും കാര്യങ്ങളും പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സ്മാർട്ടായിട്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, ഞാൻ പറയുന്നത് ആവറേജ് ബിലോ ആവറേജ് കുട്ടികൾ ചിലപ്പോൾ എന്നോട് സപ്പോർട്ട് ചെയ്തില്ല. അവർ പറയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഭയങ്കര പാടാണ് എന്നൊക്കെ. ശരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നല്ല സ്മാർട്ടായിട്ട് പഠിക്കുകയും പഠിച്ച് പാസ്സാവുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് മാത്രം കേട്ടുകൊണ്ട് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ദർ ആർ സ്റ്റിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബട്ട് യു നീഡ് ടു ബി വർക്കിംഗ് റിയലി ഹാർഡ്. അപ്പോൾ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ UK-യിൽ ഏറ്റവും ഡിമാൻഡ് വരുന്ന പ്രോഗ്രാംസ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഹെൽത്ത് സെക്ടർ, സോഷ്യൽ വർക്ക്, ടീച്ചിങ്. ഈ പ്രോഗ്രാമുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മറ്റേതെങ്കിലും പ്രോഗ്രാംസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. That's all for today's video. Until we see again, this is Jaswin signing out from Hola World YouTube channel.